ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്ലീറ്റഡ് കുർത്തിയുടെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ. നമ്മളിവിടെ പ്ലീറ്റഡ് കുർത്തി കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബോഡി പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നീടാണ് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തുണി മടക്കിയിട്ട് അളവുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ ചീത്ത വശമാണ്. ഇവിടെ ഞാൻ തുണി ഇങ്ങനെ നിവർത്തിയിട്ടെടുക്കുകയാണ്. തുണി നിവർത്തിയിട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ ബോഡി പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് തുണിയെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മുടെ ബോഡി പാർട്ടിന് എത്രയാണോ ലെങ്ത് വേണ്ടുന്നത് അതനുസരിച്ച് നമുക്ക് തുണി മടക്കിയിട്ടെടുക്കാം. ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി പിന്നെ ഇങ്ങനെയും കൂടെ ഒന്ന് മടക്കിയെടുക്കണം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസായിട്ട് രണ്ട് പീസാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആദ്യം തുണിയുടെ വീതി വശമാണ് ഇത് നീളവശം. നമ്മൾ വീതി വശത്തേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി പിന്നീട് ഇങ്ങനെ നീളവശത്തേക്ക് മടക്കി ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ബോഡി പാർട്ടിൻ്റെ ലെങ്തിനനുസരിച്ച് നമുക്ക് തുണി കട്ട് ചെയ്തെടുത്താൽ മതി. ഇവിടെ ഞാൻ പ്ലീറ്റഡ് കുർത്തിയുടെ ഒരു മോഡൽ വരച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ബോഡി പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ബോഡി പാർട്ട് എന്ന് പറയുന്നത് ഈ ഷോൾഡറിൻ്റെ അവിടം തൊട്ട് നമ്മുടെ വേസ്റ്റ് വരെ ഉള്ള ലെങ്താണ്. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടുന്നത് താഴേക്ക് പിന്നീട് സ്കേർട്ട് പാർട്ട് പ്ലീറ്റ് ഇട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിലേക്ക് പ്ലീറ്റ് ഇട്ട് തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഷോൾഡറിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്ന ലെങ്താണ്. അത് 14 ഇഞ്ചാണ് വരുന്നത് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ ആ 14 ഇഞ്ചിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 15 ഇഞ്ച് തുണി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്കും 15 ഇഞ്ച് ലെങ്തിലുള്ള തുണി വേണം. ഫ്രണ്ടിലേക്ക് ഒരു സൈഡിലേക്കാണ് 15 ഇഞ്ച്, അതുപോലെ തന്നെ ബാക്കിലേക്കും 15 ഇഞ്ച് വേണം. നമ്മളിവിടെ എക്സ്ട്രാ ആയിട്ട് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് 14 ഇഞ്ചെന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുന്നത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും പിന്നെ നമ്മൾ ഈ സ്കേർട്ട് പാർട്ട് പ്ലീറ്റ് ഇട്ട പാർട്ട് നമ്മൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും വേണം. അതാണ് നമ്മളിവിടെ 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അങ്ങനെ 15 ഇഞ്ച് ലെങ്തിലുള്ള പീസാണ് നമുക്ക് ഒരു സൈഡിലേക്ക് വേണ്ടുന്നത്, ഫ്രണ്ടിലേക്ക്. അതുകൊണ്ട് തന്നെ 15 ഇഞ്ച് ലെങ്തിലുള്ള പീസ് ബാക്കിലേക്കും വേണം. അങ്ങനെ ആണ് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുന്നത്, ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളതൊരു വലിയൊരു ക്ലോത്തായിരുന്നു. ആ ക്ലോത്തിൽ നിന്ന് അതിൻ്റെ വീതി വശമാണിത്. ഇത് നീളവശമായിരുന്നു. നമ്മൾ ഈ ബോഡി പാർട്ടിന് വേണ്ടുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ 14 ഇഞ്ചാണ്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 15 ഇഞ്ച് ലെങ്തിലുള്ള പീസാണ് നമുക്ക് ഒരു സൈഡിലേക്ക് വേണ്ടുന്നത്. അങ്ങനെ ഞാനിവിടെ രണ്ട് സൈഡിലേക്കുമായിട്ട് ഒരു 30 ഇഞ്ചോളം ലെങ്തിലുള്ള തുണി ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ടേപ്പ് മുകളിൽ നിന്നും ലെങ്ത് 30 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ചും കൂടെ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ലെവൽ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ 30 ഇഞ്ച് ലെങ്തിൽ നമ്മളിവിടെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടാണ് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നോക്കാം. ഇതിൻ്റെ വീതി വശമാണ്, ഇതിൻ്റെ നീളവശം. ആദ്യം നമ്മൾ തുണിയെ ഇതിൻ്റെ ഇങ്ങനെ വീതി വശത്തേക്ക് രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുക്കണം. ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ടതിന് ശേഷം പിന്നീട് ഇങ്ങനെ നീളവശത്തേക്ക് മടക്കിയിട്ടെടുക്കുമ്പോൾ നമുക്ക് 15 ഇഞ്ച് ഇവിടെയും ബാക്കിലും 15 ഇഞ്ച് തുണിയിലുള്ള പീസ് കിട്ടുന്നതാണ്. എങ്ങനെയാണ് ചുരിദാറിന് സാധാരണ നമ്മൾ തുണി മടക്കിയിടുന്ന കൂട്ട് തന്നെയാണ് 4ആയിട്ട് മടക്കിയിട്ടെടുക്കുന്നത്. ഇത് പിന്നെ ബോഡി പാർട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ താഴേക്കുള്ള സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ വേസ്റ്റ് റൗണ്ടിലാക്കി പ്ലീറ്റ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനിത് മടക്കിയിട്ടതിന് ശേഷം കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ രണ്ടായിട്ട് വീതി വശത്തേക്ക് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഒരുപോലെ മടക്കിയതിന് ശേഷം ഇങ്ങനെ നീളവശത്തേക്ക് താഴേക്കും കൂടെ മടക്കിയിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കാണ് ഷോൾഡറും ചെസ്റ്റും എല്ലാം അളവുകളെല്ലാം മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസ്, ഇങ്ങനെ 2 പീസാണ് നമുക്ക് വേണ്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ 30 ഇഞ്ചിൽ എടുക്കുന്നത്, തുണി കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം 2 പീസ് വേണം. ഒരു സൈഡിലേക്ക് 15 ഇഞ്ച് വേണം, അപ്പുറത്തെ സൈഡിലേക്കും 15 ഇഞ്ച്, അങ്ങനെ 30 ഇഞ്ചോളം വേണം. ഞാനിവിടെ 30ഉം ഇച്ചിരി കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്, താഴ്വശമൊക്കെ ലെവലാക്കി ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട്.
ഇവിടെ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മടക്ക് വശം എൻ്റെ നേർക്കും ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് വശത്തുമായിട്ടാണ് വരുന്നത്. ഇവിടെ 4 പീസ് വരുന്നുണ്ട്. ഇവിടെ 2 പീസാണ് മടക്കിയിട്ടേക്കുന്നതുകൊണ്ട് വരുന്നത്. ഇനി നമുക്ക് ഇവിടെയും മടക്ക് വശമാണ് വരുന്നത്. ഇവിടെ നമുക്കിനി ഷോൾഡറും ആംഹോളും ഒക്കെ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ മടക്ക് വശത്തു നിന്നും ഷോൾഡർ എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഷോൾഡർ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വീണ്ടും ഒന്നുകൂടെ താഴ്ത്തി കറക്റ്റ് ആ 6 ഇഞ്ച് തന്നെ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഷോൾഡർ മാർക്ക് ചെയ്ത് അവിടെ നിന്നും ആംഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്തത് അത് തന്നെയാണ് ആംഹോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6 ഇഞ്ച് തന്നെയാണ്. പിന്നീട് നമുക്കിവിടെ എൽ ഷേപ്പിൽ വരച്ചു കൊടുക്കണം. ഇവിടെ എൽ ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്രയാണോ ഫുൾ ചെസ്റ്റ് റൗണ്ട് അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ഞാൻ എങ്ങനെയാണോ ചുരിദാറിൻ്റെ അളവുകൾ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആംഹോൾ കർവ് വരച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ആംഹോളിൻ്റെ ലെങ്ത് എത്രയാണോ മാർക്ക് ചെയ്തത്, ഇവിടെ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്, അതിൻ്റെ പകുതി 3 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ച് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തതും ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ലൂസും കൂടെ ആദ്യം മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ അതും കൂടെ വരുന്ന രീതിയിൽ നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ച് ഇങ്ങനെ ഒരു കർവ് വരച്ചു കൊടുക്കാം. ആംഹോൾ കർവ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആംഹോളിൻ്റെ അളവ് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഇവിടെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാലൻസ് ഉള്ളത് ഒന്ന് അളന്ന് നോക്കണം. ഇവിടെ എനിക്ക് 7.5 ഇഞ്ചാണ് കിട്ടുന്നത്. കറക്റ്റ് ആംഹോളിൻ്റെ റൗണ്ട് വരുന്നത് ഫുൾ റൗണ്ട് വരുന്നത് 15 ഇഞ്ചാണ്. നമ്മളിങ്ങനെ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഇതുപോലെ ടേപ്പ് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തതിലൂടെ നോക്കുമ്പോൾ കറക്റ്റ് 7.5 ഇഞ്ച് വരുമ്പോൾ അന്നേരം 7.5 ഇഞ്ച് കറക്റ്റാണ്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. വേസ്റ്റ് ലെങ്ത് വരുന്നത് 14 ഇഞ്ചാണ്. വേസ്റ്റ് മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്നും വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ച്, അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് 15 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കണം. അവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നും വേസ്റ്റ് റൗണ്ടിൽ അവിടെ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഇതുപോലെ ഇങ്ങനെ ലൈൻ വരച്ചെടുക്കുകയാണ്. പിന്നീട് സൈഡ് വശം തൂങ്ങി കിടക്കാതിരിക്കാനായിട്ട് നമ്മൾ ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഒന്ന് കർവ് രീതിയിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. പിന്നീട് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ലൂസ് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം. നമ്മളൊന്ന് 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. ഇത് ഫ്രണ്ട് പാർട്ടാണ്, ഇത് ബാക്ക് പാർട്ട്. ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം.
നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ വേസ്റ്റ് റൗണ്ട് ഒരു പീസ് എടുത്ത് അളന്ന് നോക്കണം ഇവിടെ എത്രയാണ് കിട്ടുന്നതെന്നുള്ളത്. നമുക്കിവിടെ 19.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഇതിൻ്റെ 3 ഇരട്ടി ഈ 19.5 ഇഞ്ച് നമുക്ക് 3 പ്രാവശ്യം മടക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം. ഇങ്ങനെ മടക്കി നോക്കണം നമുക്ക് എത്രയാണോ കിട്ടുന്നത്. ആ കിട്ടുന്ന അളവിൽ നമുക്ക് തുണി വേണം ഒരു സൈഡിലേക്ക്, അതുപോലെ തന്നെ അപ്പുറത്തെ വശത്തേക്കും വേണം. അത് നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് നമുക്ക് ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിലാക്കി എടുക്കാനായിട്ടാണ്. നമ്മുടെ ഈ പ്ലീറ്റഡ് കുർത്തിയുടെ ഫുൾ ലെങ്ത് എത്രയാണെന്ന് നോക്കണം. ഇപ്പം ഫുൾ ലെങ്ത് 45 ഇഞ്ചാണെങ്കിൽ നമ്മളിപ്പോൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 14 ഇഞ്ചിൽ. നമ്മളത് ഈ 45 നിന്നും 14 ഇഞ്ച് കുറയ്ക്കണം. ബാക്കി 31 ഇഞ്ചാണ് വരുന്നത്. എന്നിട്ട് നമ്മുടെ ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 31 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ 1/2 ഇഞ്ച് വേണം. താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ച്, അങ്ങനെ 1.5 ഇഞ്ചും കൂടെ ചേർത്ത് 32.5 ഇഞ്ചിലുള്ള തുണി വേണം നമുക്ക്. ലെങ്ത് വേണം 32.5 ഇഞ്ച് ലെങ്ത് വേണം തുണിക്ക്. ഇനി വീതി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു വശത്ത് എത്രയാണ് വേസ്റ്റ് റൗണ്ട് വരുന്നതെന്ന് നോക്കണം. അതിൻ്റെ മിനിമം 3 ഇരട്ടിയെങ്കിലും തുണി വേണം. ഇപ്പോൾ എക്സ്ട്രാ 15 ഇഞ്ചാണ് ഇവിടെ വരുന്നതെന്ന് വെച്ചു. 15 × 3 ചെയ്യണം. 45 ഇഞ്ച് വീതിയുള്ള തുണി വേണം നമുക്കിവിടെ ഒരു സൈഡിലേക്ക്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് 45 ഇഞ്ച് വീതിയുള്ള തുണി വേണം. എന്നിട്ട് നമ്മൾ ആ വീതിയിലുള്ള തുണിയെ പ്ലീറ്റ് ഇട്ട് ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിലാക്കി എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നീട് ഞാൻ ബാലൻസ് വന്നിട്ടുള്ള തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമായിട്ടുള്ള പ്ലീറ്റ് ഇട്ടെടുക്കാനുള്ള തുണിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഒരുപോലെ മടക്കിയിട്ടതിന് ശേഷം 2 പീസും ബാക്കിലേക്കും ഫ്രണ്ടിലേക്കുമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുവാണ്. പ്ലീറ്റ് ഇട്ടെടുക്കാനായിട്ടാണിത്. ഇതിപ്പം 2 പീസുണ്ട്. ഇതിനെ നമുക്ക് ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിൽ പ്ലീറ്റ് ഇട്ടെടുക്കണം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് പീസിൽ നിന്നും സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. സ്ലീവ് കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഐ കാർഡിൽ കൊടുക്കാം. സെൻറ്റർ ഭാഗത്തൊരു നോച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. 2 പീസ് ചേർത്ത് വെച്ചിട്ടാണ്. ഇതാണ് കുഴിച്ച് കട്ട് ചെയ്തതെന്ന് അറിയാനായിട്ട് സൈഡിലായിട്ട് നമ്മളൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ബാലൻസ് സ്ലീവ് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഉള്ള പീസാണിത്. ഇതിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ 2 പീസ് ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. ഞാൻ ഈ സ്കെയിലിൻ്റെ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതും ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതും നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതൊക്കെ വീഡിയോ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ക്രോസ് പീസ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇത്രയും ക്രോസ് പീസ് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കൊന്ന് നെക്ക് ഇതിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നെക്ക്, ഇത് ഫ്രണ്ട് പീസാണ്. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് ലെങ്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ നമുക്ക് റൗണ്ട് നെക്ക് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ട് നെക്ക് ക്രോസ് പീസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ക്രോസ് പീസ് വെച്ച് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വളരെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെയും നെക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത് വരുന്നത് 3.5 ഇഞ്ചുമാണ്. ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നീക്കി വീണ്ടും 2.5 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെയും നമുക്ക് റൗണ്ട് നെക്ക് വരച്ചെടുക്കാം. എന്നിട്ട് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ പ്ലീറ്റഡ് കുർത്തിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.